നെക്സ്റ്റ് നമുക്ക് പഠിക്കേണ്ടത് പ്രിൻസിപ്പിൾ ഓഫ് വർച്വൽ വർക്കാണ്. അതിനുവേണ്ടി നിങ്ങൾ n പാർട്ടിക്കിൾസ് ഉള്ള ഒരു സിസ്റ്റം പരിഗണിക്കുക. ഇപ്പോൾ HC എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 2 ആറ്റങ്ങൾ ചേർന്നൊരു സിസ്റ്റമായിട്ട് പരിഗണിക്കാം. അല്ലെങ്കിൽ അമോണിയ NH3 എടുത്തു കഴിഞ്ഞാൽ 4 പാർട്ടികൾ. അപ്പോൾ അതായത് n പാർട്ടിക്കിൾസ് ഉള്ള ഒരു സിസ്റ്റം. അറ്റോമിക് തന്നെ ആവണമെന്നില്ല, അല്ലാതെ ആയിരുന്നു n പാർട്ടിക്കിൾസ് ഉള്ള സിസ്റ്റം കൺസിഡർ ചെയ്യുക. അവിടെ k കൺസ്ട്രെയിൻസ് ഉള്ളത് കരുതുക. k കൺസ്ട്രെയിൻസ് ഉള്ളത് കരുതുക. അപ്പോൾ സ്വാഭാവികമായി ഡിഗ്രീസ് ഓഫ് ഫ്രീഡം n ഈസ് ഈക്വൽ എന്തായിരിക്കും? 3n മൈനസ് k ആയിരിക്കും. അപ്പോൾ ഇത്രയും ആയിരിക്കും അതിൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം n. ഇപ്പോൾ 10 ആണെങ്കിൽ 10 ആയിരിക്കും ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറഞ്ഞാൽ 10 കോർഡിനേറ്റ് വേണ്ടി വരും. അപ്പോൾ ആ കോർഡിനേറ്റുകൾ നമുക്ക് എന്ത് ചെയ്യാം? Q1, Q2, Q3 എക്സെട്ര Qn. ഇതായിരിക്കും അവിടുത്തെ ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ്. ഈ സിസ്റ്റത്തിൻ്റെ സ്റ്റേറ്റ് ഓഫ് മോഷൻ സ്പെസിഫൈ ചെയ്യാൻ വേണ്ട മിനിമം നമ്പർ ഓഫ് കോർഡിനേറ്റ്സ് ഇതായിരിക്കും. അപ്പോൾ ഇത്രയും വേണ്ടി വരും. അപ്പോൾ ക്യാപിറ്റൽ പാർട്ടിക്കിൾസ് ഉള്ളതും k കൺസ്ട്രെയിൻസ് ഉള്ളതുമായിട്ടുള്ള ഒരു സിസ്റ്റത്തിൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം n ഈസ് 3n മൈനസ് k ആയിരിക്കും. അപ്പോൾ അവിടെ വേണ്ടി വരുന്ന കോർഡിനേറ്റുകളുടെ എണ്ണം Q1, Q2 എക്സെട്ര Qn ആയിരിക്കും. ഇവർ നമ്മൾ എന്ത് പറയും? ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ് എന്ന് പറയും. അപ്പോൾ ഈ പാർട്ടിക്കിൾസ് ഒരുപാടുണ്ടല്ലോ. അപ്പോൾ അവിടെ നമ്മൾ ആദ്യമേ ഉപയോഗിക്കുന്ന ടേമാണ് വർച്വൽ ഡിസ്പ്ലേസ്മെന്റ്. വർച്വൽ ഡിസ്പ്ലേസ്മെന്റ്. ഡിസ്പ്ലേസ്മെന്റ് നമുക്കറിയാം, ചേഞ്ച് ഇൻ പൊസിഷൻ, ഒരു സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലത്തേക്കുള്ള മാറ്റം. അപ്പം റിയൽ ഡിസ്പ്ലേസ്മെന്റ് പറയുമ്പോൾ ആക്ച്വൽ ഡിസ്പ്ലേസ്മെന്റ് പറയുമ്പോൾ പാർട്ടിക്കിളിന്റെ പൊസിഷൻ, ഇപ്പം നമ്മൾ എത്രാമത്തെ പാർട്ടിക്കിളാണോ നോക്കുന്നത്, 10ാമത്തെ പാർട്ടിക്കിൾ 10ാമത്തെ പാർട്ടിക്കിളിന്റെ, കാരണം ഒരുപാട് പാർട്ടിക്കിൾസ് ഉള്ള സിസ്റ്റം ആണല്ലോ. 5ാമത്തെ പാർട്ടിക്കിളാണെങ്കിൽ 5ാമത്തെ പാർട്ടിക്കിളിന്റെ അതിന്റെ പൊസിഷൻ ഒരു പോയിന്റിൽ നിന്ന് അടുത്ത പോയിന്റിലേക്ക് മാറും. ഒരു പോയിന്റിൽ നിന്ന് അടുത്ത പോയിന്റിലേക്ക് മാറുമ്പോൾ അവിടെ ഒരു ഡെഫിനറ്റ് ടൈം വേണ്ടി വരും. ഒരു പ്രത്യേക സമയം കൊണ്ട് മാത്രമേ സംഭവിക്കത്തുള്ളൂ. പക്ഷെ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ആ ഡിസ്പ്ലേസ്മെന്റ് അല്ല. ഇവിടെ നമ്മൾ സംസാരിക്കുന്ന ആരെ കുറിച്ചാണ്? വർച്വൽ ഡിസ്പ്ലേസ്മെന്റ് ആണ്. അപ്പോൾ വർച്വൽ അപ്പോൾ വാക്ക് തന്നെ ഉണ്ട്, വർച്വൽ ആണ് സാധനം, റിയൽ അല്ല. അപ്പോൾ ആ വർച്വൽ ഡിസ്പ്ലേസ്മെന്റ് കൊണ്ട് ഉദ്ദേശിച്ച് എത്രയേ ഉള്ളൂ? ഡിസ്പ്ലേസ്മെന്റ് ആണ്, പക്ഷെ ടൈമുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ടൈം ഡിപ്പെൻഡൻ്റ് അല്ലാത്ത, അല്ലെങ്കിൽ ടൈം വേണ്ടാത്ത, അവിടെ ടൈമിന് യാതൊരു ചേഞ്ചും ഇല്ല. സെയിം ഇൻസ്റ്റന്റ് നടക്കുന്നതാണ്, സെയിം ഇൻസ്റ്റന്റ് നടക്കുന്ന ഡിസ്പ്ലേസ്മെന്റ്. ടൈമിന് യാതൊരു ചേഞ്ചും ഇല്ല. 2 പോയിന്റുകളാണ്. ഒന്ന്, ദർ ഈസ് നോ ചേഞ്ച് ഇൻ ടൈം. 2, ദർ ഈസ് നോ ചേഞ്ച് ഇൻ കൺസ്ട്രെയിൻസ് ഓഫ് ദി മോഷൻ. അവിടുത്തെ കൺസ്ട്രെയിൻസുകളോ കൺസ്ട്രെയിൻറ്റിന് കാരണമായിട്ടുള്ള ഫോഴ്സുകൾക്കോ യാതൊരു മാറ്റവും ഉണ്ടാകുന്നില്ല ഈ ഡിസ്പ്ലേസ്മെന്റിൽ. അങ്ങനെ ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെന്റുകളാണ് വർച്വൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ടൈമിൽ തന്നെ ഉണ്ട് വർച്വൽ ആണ് സാധനം. അപ്പോൾ അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക? വർച്വൽ ഡിസ്പ്ലേസ്മെന്റ് കൺസിഡർ ചെയ്യുക. അവിടുത്തെ ഓരോ പാർട്ടിക്കിളിലും എന്തുണ്ടായെന്ന് കൺസിഡർ ചെയ്യുക? ഒരു വർച്വൽ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായെന്ന് കൺസിഡർ ചെയ്യുക. എന്ന് പറഞ്ഞാൽ ടൈം മാറിയിട്ടില്ല, ചേഞ്ച് ഇൻ ടൈം ഇല്ല, അതുപോലെ അവിടുത്തെ കൺസ്ട്രെയിൻഡ് ഫോഴ്സുകൾക്ക് മാറ്റമൊന്നുമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ വർച്വൽ ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് നോർമൽ ഡിസ്പ്ലേസ്മെന്റ്, സാധാരണ ഡിസ്പ്ലേസ്മെന്റ് dr കൊണ്ട് റെപ്രസെന്റ് ചെയ്യും. ചേഞ്ച് ഇൻ പൊസിഷൻ dr. ഇവിടെ നമ്മൾ ഡെൽറ്റ, സ്മാൾ ഡെൽറ്റ, ഡെൽറ്റ ആർ വെക്ടർ, സ്മാൾ ഡെൽറ്റ. അപ്പം ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലായിക്കോണം അതെന്ത് ഡിസ്പ്ലേസ്മെന്റ് ആണ്? വർച്വൽ ഡിസ്പ്ലേസ്മെന്റ് ആണ്. അപ്പോൾ സ്മാൾ ഡെൽറ്റ ഓഫ് 1 എഴുതാം, 2 എഴുതാം, 10 എഴുതാം അല്ലേ? അപ്പോൾ നമ്മൾ പൊതുവായിട്ട് i എന്ന് എഴുതും. ith പാർട്ടിക്കിളിന്റെ വർച്വൽ ഡിസ്പ്ലേസ്മെന്റ്. അതിന്റെ പ്രത്യേകത എന്താണ്? ഇത് ഡിസ്പ്ലേസ്മെന്റ് ആണ്, പക്ഷെ ആരെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യൂ? Q1, Q2, Q3 എക്സെട്ര Qn. ടൈം വരത്തില്ല, ടൈമുമായിട്ടാണ്, ടൈമിന് ചേഞ്ച് ഇല്ല. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? അവിടെ ഒരു വർച്വൽ ഡിസ്പ്ലേസ്മെന്റ് കൺസിഡർ ചെയ്യുക. അപ്പോൾ വർച്വൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുമ്പോൾ ഡസ് നോട്ട് ഇൻവോൾവ് ടൈം, ടൈം ഇല്ല. അപ്പം അങ്ങനെ പിന്നെ എന്തിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ? ഇനി പൊസിഷൻ്റെ ചേഞ്ചിന് നമുക്ക് ജനറലൈസ്ഡ് കോർഡിനേറ്റ് വെച്ച് എഴുതാമെന്ന് നേരത്തെ നമ്മൾ എഴുതി. അപ്പോൾ അതിനൊക്കെ ഈ കോർഡിനേറ്റുകൾക്ക് മാത്രം ഉണ്ടാകുന്ന ചേഞ്ച്, കോർഡിനേറ്റുകൾ മാത്രം അഫക്റ്റ് ചെയ്യുന്നത്, അല്ലാതെ ഒന്നിനും എന്ത് ചെയ്യുന്നില്ല? അഫക്റ്റ് ചെയ്യുന്നില്ല. ഇനി നമ്മുടെ സിസ്റ്റം ഇക്വിലിബ്രിയത്തിലാണെന്ന് എഴുതുക. ലെറ്റ് ദ സിസ്റ്റം ബി ഇൻ ഇക്വിലിബ്രിയം. സിസ്റ്റം എന്തിനാണെന്ന് എഴുതുക? അയൺ പാർട്ടിക്കിൾസ് ഉള്ള ആ സിസ്റ്റം ഇക്വിലിബ്രിയത്തിലാണെന്ന് എഴുതുക. അപ്പോൾ ഇക്വിലിബ്രിയത്തിലാവുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഇക്വിലിബ്രിയത്തിലാവുക എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഫോഴ്സ് 0 ആയിരിക്കുക. ഓരോ പാർട്ടിക്കിളിനകത്തും അനുഭവപ്പെടുന്ന നെറ്റ് ഫോഴ്സ് എന്തായിരിക്കുക? 0 ആയിരിക്കുക എന്ന് അർത്ഥം അല്ലേ? അപ്പോൾ ഇക്വിലിബ്രിയത്തിലാവുക. പരസ്പരം ഫോഴ്സ് ആക്ട് ചെയ്യാം, പക്ഷെ പരസ്പരം ക്യാൻസൽ ആയി പോകണം.
ഒരാൾ എക്വിലിബ്രിയത്തിലാണെന്ന് പറയുമ്പോൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഫോഴ്സ് അനുഭവപ്പെടുന്നില്ലെന്നല്ല അർത്ഥം, ഫോഴ്സ് ഉണ്ടെങ്കിൽ കൂടിയും അവർ പരസ്പരം എന്തായി പോകുന്നു, ക്യാൻസൽ ആയി പോകുന്നു. അപ്പൊ അങ്ങനെ ith പാർട്ടിക്കിൾ എടുക്കുമ്പോൾ ith പാർട്ടിക്കിളിനകത്തുള്ള നെറ്റ് ഫോഴ്സ് എന്തായിരിക്കണം, 0 ആയിരിക്കും. ith പാർട്ടിക്കിളിനുള്ള നെറ്റ് ഫോഴ്സ്. അപ്പം സിസ്റ്റം എക്വിലിബ്രിയത്തിലാണെന്ന് അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ അതിനർത്ഥം ഓരോ പാർട്ടിക്കിളിനകത്തുള്ള നെറ്റ് ഫോഴ്സ് എന്ത്, 0. അപ്പോൾ ഒന്നാമത്തെ പാർട്ടിക്കിളിനകത്തുള്ള ഫോഴ്സ് 0, രണ്ടാമത്തിനകത്തുള്ള 0, പൊതുവായിട്ട് പറഞ്ഞാൽ ith പാർട്ടിക്കിളിനകത്തുള്ള ഫോഴ്സ് 0. അപ്പോൾ ഫോഴ്സുമായി ഡിസ്പ്ലേസ്മെന്റുമായി, ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും ആയി കഴിഞ്ഞാൽ അടുത്ത പറയുന്നത് വർക്കാണ്. അപ്പോൾ ഇവിടെ നമുക്ക് നോർമൽ വർക്ക് അല്ല, വർച്വൽ വർക്ക്. സോ ഈ ഫോഴ്സ് മൂലമുള്ള വർച്വൽ വർക്ക് എന്തായിരിക്കും, 0 ആയിരിക്കും, കാരണം ഫോഴ്സ് 0 ആണ്. അപ്പം ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്, അപ്പോൾ വർച്വൽ വർക്ക് എന്തായിരിക്കും, 0 ആയിരിക്കും. അപ്പം നമുക്ക് എന്ത് പറയാം, ഡെൽറ്റ ഡബ്ല്യു ഐ വർച്വൽ വർക്ക് ഓഫ് ith പാർട്ടിക്കിൾ എന്തൊരു Fi ഡോട്ട് ഡെൽറ്റ, അതിൽ വർക്ക് ചെയ്യുന്നത് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്, ഫോഴ്സിൻ്റെയും ഡിസ്പ്ലേസ്മെന്റിൻ്റെയും കൂടി ഡോട്ട് പ്രോഡക്റ്റ് ആണ് വർക്ക്. അപ്പോൾ ith പാർട്ടിക്കിളിനകത്തുള്ള വർക്ക്, ith പാർട്ടിക്കിളിനകത്തുള്ള ഫോഴ്സ് ഡോട്ട് ഇതെന്തായിരിക്കും, 0 ആയിരിക്കും. അപ്പോൾ ith പാർട്ടിക്കിളിനകത്തെന്ന് പറഞ്ഞാൽ I is equal to 1 to n വരെ ആവാം. ith പാർട്ടിക്കിളിനകത്തെന്ന് പറയുമ്പോൾ I is equal to 1, 2, etc. ക്യാപിറ്റൽ n വരെ ആവാം, n പാർട്ടിക്കിൾസ് ആണുള്ളത്. അപ്പോൾ എന്ത് സംഭവിക്കും, ഓരോ പാർട്ടിക്കിളിനകത്തുള്ള വർച്വൽ വർക്ക് 0, അപ്പം ഒന്നാമത്തെ പാർട്ടിക്കിളിനകത്തുള്ള വർച്വൽ വർക്ക് 0, രണ്ടാമത്തെ പാർട്ടിക്കിളിനകത്തുള്ള വർച്വൽ വർക്ക് 0, മൂന്നാമത്തെ പാർട്ടിക്കിൾ വർച്വൽ വർക്ക് 0, നാലാമത്തെ പാർട്ടിക്കിൾ എടുത്ത വർച്വൽ വർക്ക് 0. അപ്പോൾ അങ്ങനെ എടുക്കുമ്പോൾ ആ സിസ്റ്റത്തിനകത്തുള്ള ഓരോ പാർട്ടിക്കിൾസിന് എടുത്താലും അതിലെല്ലാം ടോട്ടൽ എന്തായിരിക്കും, 0 ആയിരിക്കും. അപ്പോൾ ടോട്ടൽ വർച്വൽ വർക്ക് എന്തായിരിക്കും, സിഗ്മ I is equal to 1 to n ഡെൽറ്റ ഡബ്ല്യു ഐ അല്ലേ. ആക്ച്വലി എങ്ങനെ എഴുതേണ്ടത്, ഡെൽറ്റ W1 പ്ലസ് ഡെൽറ്റ W2 പ്ലസ് ഡെൽറ്റ W3 പ്ലസ് എക്സെട്ര പ്ലസ് ഡെൽറ്റ WN വരെ, അത് നമ്മൾ ഇങ്ങനെ എഴുതുന്നത്. ഐസിൽ അപ്പോൾ ഐക്ക് വരെ കൊണ്ട് കൊടുക്കുമ്പോൾ ഡെൽറ്റ W1 പ്ലസ് ഐക്ക് വരെ 2, അങ്ങനെ എത്ര വരെ, n വരെ. അല്ലേ, ഇനി ഇത് വരെ നമുക്ക് എന്തെഴുതാം, സിഗ്മ ഈക്വൽ ടു അല്ലേ, സിഗ്മ അതൊരു I equal to 1 to n ഡെൽറ്റ W എന്ന് വരാം Fi ഡോട്ട് ഡെൽറ്റ Ri ഈക്വൽ ടു 0. ഇതാണ് ആദ്യത്തെ പ്രിൻസിപ്പിൾ ഓഫ് വർച്വൽ വർക്ക്. അല്ലേ, ഫോഴ്സിന്റെ സം, ഫോഴ്സ് മൂലമുണ്ടാകുന്ന വർച്വൽ വർക്കിന്റെ സം എന്തായിരിക്കും, ഒരു സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ, ഇക്വിലിബ്രിയത്തിലൊരു സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ അവിടെ ഉള്ള വർച്വൽ വർക്കിന്റെ സം എന്തായിരിക്കും, 0 ആയിരിക്കും. ഇനി നമ്മളിതിനെ മാറ്റിയാൽ ഈ ith പാർട്ടിക്കിളിനകത്തുള്ള ഫോഴ്സ് എന്ന് പറഞ്ഞാൽ 2 ഫോഴ്സുകൾ കൂടി ചേർന്നതായിരിക്കും. ith പാർട്ടിക്കിളിനകത്തുള്ള ഫോഴ്സ് എന്ന് പറയുമ്പോൾ അവിടെ അപ്ലൈഡ് ഫോഴ്സും കാണും, സ്റ്റേറ്റ് ഓഫ് മോഷന് മാറ്റം ഉണ്ടാക്കാൻ വേണ്ടി അപ്ലൈ ചെയ്യുന്ന ഫോഴ്സും കാണും, അതോടൊപ്പം തന്നെ അവിടെ എന്തുണ്ടെന്ന് പറഞ്ഞു, കൺസ്ട്രെയിൻസ് ഉണ്ടെന്ന് പറയും, കൺസ്ട്രെയിൻറ്റ് പോലുള്ള ഫോഴ്സും കാണും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു റിജിഡ് ബോഡി എടുത്തു കഴിഞ്ഞാൽ അവരുടെ ഡിസ്റ്റൻസ് മാറാതിരിക്കാൻ വേണ്ടി പരസ്പരം പിടിച്ചിരുന്ന ഒരു ഫോഴ്സ് വരെ കാണും. അപ്പോൾ ഇത് നമുക്ക് രണ്ടാണ് എഴുതാം, Fi A പ്ലസ് Fi, ഇത് അപ്ലൈഡ് ഫോഴ്സ്, ഇത് കൺസ്ട്രെയിൻറ്റ് ഫോഴ്സ്. അപ്പം അപ്ലൈഡ് ഫോഴ്സും പുറമേ നിന്നുള്ള ഫോഴ്സ്, ith പാർട്ടിക്കിളിനകത്ത് പുറമേ നിന്ന് അനുഭവപ്പെടുന്ന ഫോഴ്സും പിന്നെ അവിടുത്തെ കൺസ്ട്രെയിൻറ്റിൻ്റെ മൂലമുണ്ടായ ഫോഴ്സ്, ഇത് രണ്ടിനും സമ്മായിരിക്കും നെറ്റ് ഫോഴ്സ്. അപ്പം ഈ ഇക്വേഷൻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് വരും, അപ്പോൾ ഇക്വേഷൻ 1 സിഗ്മ I is equal to 1 to n, ഇതിന് പകരം Fi ഇതും വരും, അപ്പം Fi ഡോട്ട് ഇതും വരും പ്ലസ് അടുത്തും വരും. അപ്പം Fi A ഡോട്ട് ഡെൽറ്റ Ri പ്ലസ് സിഗ്മ രണ്ട് ടൈമായിട്ട് മാറും, Fi ഡോട്ട് ഡെൽറ്റ Ri ഈക്വൽ ടു 0. ശരി, ഇനി നമ്മൾ നോക്കി, നമ്മൾ ഈ പറഞ്ഞ റിജിഡ് മോളിക്യൂളിന്റെ കേസിനകത്ത് അവിടുത്തെ അവർ തമ്മിൽ പിടിക്ക് നിർത്തുന്ന കൺസ്ട്രെയിൻറ്റ് ഫോഴ്സ് ഉണ്ട്. ആ കൺസ്ട്രെയിൻറ്റ് ഫോഴ്സ് ഒരിക്കലും എന്തിന് കാരണമാകത്തില്ല, വർച്വൽ ഡിസ്പ്ലേസ്മെന്റിന് കാരണമാകത്തില്ല. അപ്പോൾ അതുകൊണ്ട് ആ വർക്ക് എന്തായിരിക്കും, 0. അപ്പോൾ ഈ ടൈം നമുക്ക് എന്തായാലും എടുക്കാം, 0 ആക്കി എടുക്കാം. അല്ലെങ്കിൽ അങ്ങനെയുള്ള സിസ്റ്റങ്ങളെ കുറിച്ചാണ് നമ്മൾ സ്റ്റഡി ചെയ്യുന്നത് കരുതുക. വർച്വൽ അല്ലെങ്കിൽ ഫോഴ്സ് ഓഫ് കൺസ്ട്രെയിൻറ്റ് മൂലമുള്ള വർച്വൽ വർക്ക് 0 ആകുന്ന സിസ്റ്റങ്ങളെ കുറിച്ചാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഈ ടൈം നമുക്ക് ഒഴിവാക്കാം. ബാക്കി എന്ത് വരും, സിഗ്മ I is equal to 1 to n Fi dot delta Ri equal to 0. The total virtual work by the applied force in a system is 0. Applied force മൂലമുണ്ടാകുന്ന
വെർച്വൽ വർക്ക് അതെന്തായിരിക്കും 0 ആയിരിക്കും. ഇതാണ് എന്ത് പറയുന്നത് പ്രിൻസിപ്പിൾ ഓഫ് വെർച്വൽ വർക്ക് പറയുന്നത്. പ്രിൻസിപ്പിൾ ഓഫ് വെർച്വൽ വർക്ക് പറയുന്നത്. ഇനി വേണമെങ്കിൽ നമുക്ക് ഈ കളഞ്ഞിട്ട് എഴുതാം. ഇല്ലാതെ എഫ് ഐ എഴുതാം. വേറെ ഫോഴ്സുകളൊന്നും വന്നിട്ടില്ലാത്തതുകൊണ്ട് അപ്ലൈഡ് ഫോഴ്സിനെ സൂചിപ്പിക്കാൻ എഫ് ഐ എഴുതേണ്ട ആവശ്യമില്ല. ഒഴിവാക്കിയിട്ട് വേണമെങ്കിൽ എഴുതാം. ഇതാണ് പ്രിൻസിപ്പിൾ ഓഫ് വെർച്വൽ വർക്ക് പറയുന്നത്. അപ്പോൾ പ്രിൻസിപ്പിൾ ഓഫ് വെർച്വൽ വർക്ക് എന്ന് പറയുന്നു അവിടുത്തെ അപ്ലൈഡ് ഫോഴ്സ് മൂലം ഉണ്ടാകുന്ന വെർച്വൽ വർക്ക്. വെർച്വൽ ഡിസ്പ്ലേസ്മെന്റ് വരുന്നുണ്ട്. ആക്ച്വൽ ഡിസ്പ്ലേസ്മെന്റ് അല്ല. ആക്ച്വൽ ഡിസ്പ്ലേസ്മെന്റ് കേസിനകത്ത് ഇത് വർക്ക് ചെയ്യും. ആക്ച്വൽ ഡിസ്പ്ലേസ്മെന്റ് ടൈമിനനുസരിച്ച് പോർഷൻ മാറുമ്പോൾ ഇവിടെ വർക്ക് നടക്കും. അല്ലാത്ത വർക്ക് ഉണ്ടാകുന്നത് ആര് മൂലമല്ല, ഈ ഫോഴ്സ് മൂലമല്ല, അപ്ലൈഡ് ഫോഴ്സ് മൂലമുള്ള വെർച്വൽ വർക്ക് ചെയ്യും. ഇതാണ് പ്രിൻസിപ്പിൾ ഓഫ് വെർച്വൽ വർക്ക്. ഇത് സ്റ്റാറ്റിക് സിസ്റ്റങ്ങളുടെ കേസിലാണ്, സ്റ്റാറ്റിക് ആയിട്ടുള്ള സിസ്റ്റങ്ങളുടെ കേസിലാണ് ഇത് അപ്ലൈ ചെയ്യപ്പെടുന്നത്. പക്ഷേ നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന സിസ്റ്റം സ്റ്റാറ്റിക് ആവണമെന്നില്ല, ഡൈനാമിക് ആവാം, മൂവിങ് ആവാം. അപ്പോൾ അതിനും കൂടെ വേണ്ടി നമുക്ക് ഈ പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യാൻ പറ്റണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ പ്രിൻസിപ്പിൾ നമുക്ക് മോഡിഫൈ ചെയ്യണം. അങ്ങനെ മോഡിഫൈ ചെയ്ത പ്രിൻസിപ്പിളിനെയാണ് ഡി അലംബേഴ്സ് പ്രിൻസിപ്പിൾ എന്ന് പറയുക. ഡി അലംബേഴ്സ് പ്രിൻസിപ്പിൾ. അപ്പോൾ പ്രിൻസിപ്പിൾ ഓഫ് വെർച്വൽ വർക്ക് സ്റ്റാറ്റിക് സിസ്റ്റവുമായി ബന്ധപ്പെട്ടതാണ്. പക്ഷേ നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന സിസ്റ്റം സ്റ്റാറ്റിക് തന്നെ ആവണമെന്ന് വെച്ചാൽ ഡൈനാമിക്കും ആവാം. അപ്പോൾ ഡൈനാമിക് കേസിൽ കൂടി നമുക്ക് എന്ത് ചെയ്യണം, ഈ പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യാൻ പറ്റണം. അപ്പോൾ അതിന് വേണ്ടി ഇതിന് എന്ത് ചെയ്യണം, മോഡിഫൈ ചെയ്യണം. അങ്ങനെ മോഡിഫൈ ചെയ്ത് കിട്ടുന്ന ഡൈനാമിക് സിസ്റ്റത്തിന് അപ്ലൈ ചെയ്യാൻ കിട്ടുന്ന പ്രിൻസിപ്പിളിനാണ് എന്ത് പറയുക, ഡി അലംബേഴ്സ് പ്രിൻസിപ്പിൾ എന്ന് പറയുക. വെർച്വൽ വർക്കുമായി ബന്ധപ്പെട്ട അതേ സാധനം തന്നെ, പക്ഷേ ഏത് കേസ്, ഡൈനാമിക് കേസ്. അപ്പോൾ ഇത് മനസ്സിലായല്ലോ. അപ്പോൾ വെർച്വൽ ഡിസ്പ്ലേസ്മെന്റ് പരിഗണിക്കുന്നു. വെർച്വൽ ഡിസ്പ്ലേസ്മെന്റ് പരിഗണിക്കുന്ന ശ്രദ്ധിക്കുന്ന കാര്യം ടൈമുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പോൾ ith പാർട്ടിക്കിളിനകത്തുള്ള ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ ith പാർട്ടിക്കിളിനുള്ള ഫോഴ്സ് 0 ആയിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഫോഴ്സ് മൂലമുള്ള വെർച്വൽ വർക്ക് 0 ആയിരിക്കും. അപ്പോൾ ടോട്ടൽ വെർച്വൽ വർക്ക് ഓഫ് ദി സിസ്റ്റം 0 ആയിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, രണ്ടായിട്ട് സ്പ്ലിറ്റ് എഴുതുന്നു. അത് കൊടുക്കുമ്പോൾ അപ്ലൈഡ് ഫോഴ്സ് മൂലമുള്ള വെർച്വൽ വർക്ക് 0. സിമ്പിൾ കാര്യമാണ്. പരീക്ഷയ്ക്ക് പോയി. ഡി അലംബേഴ്സ് പ്രിൻസിപ്പിൾ. നമ്മൾ ഡി അലംബേഴ്സ് എന്ന് വായിക്കും. ആക്ച്വലി ഇത് ഫ്രഞ്ച് പേരാണ്. ഇങ്ങനെ പ്രൊണൗൺസ് ചെയ്യാറുള്ളത് ഡെലംബേർ എന്നാണ് പ്രൊണൗൺസ് ചെയ്യാറുള്ളത്. പക്ഷേ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഡി അലംബേഴ്സ് പ്രിൻസിപ്പിൾ എന്ന് വായിച്ചാൽ മതി, കുഴപ്പമില്ല. ഡെലംബേർ എന്നായിരിക്കും ആക്ച്വൽ പ്രൊണൗൺസിയേഷൻ വരുന്നത്, ഫ്രഞ്ച് വേർഡായിരുന്നു. അപ്പോൾ എന്താണ് ഡി അലംബേഴ്സ് പ്രിൻസിപ്പിൾ നമ്മൾ നോക്കുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞുള്ള ഡൈനാമിക് കേസുകളാണ്. അപ്പോൾ ഡൈനാമിക് കേസ് ആണ് മൂവിങ് ആകുമ്പോൾ വെലോസിറ്റി മാറും, ചേഞ്ച് ഇൻ മൊമെൻറ്റവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ നമുക്ക് അപ്ലൈ ചെയ്യാം. എന്താ ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ? ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ പറയുന്നത് ഫോഴ്സ് ഈസ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം, dp/dt. ഫോഴ്സ് ഈസ് ദി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം അല്ലേ. അപ്പോൾ നമുക്ക് വെക്ടർ ഫോം ചെയ്യാം, dF വെക്ടർ dp/dt. അപ്പോൾ നമ്പർ ഓഫ് സിസ്റ്റംസ്, നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉള്ളതുകൊണ്ട് ഓരോ പാർട്ടിക്കിൾ Fi is equal to dpi/dt. ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, pi വെക്ടർ ഡോട്ട് എഴുതാം. ഡോട്ട് നമുക്കറിയാം dy/dt വരാൻ നമുക്ക് ഡോട്ട് കൊടുക്കാം. അപ്പോൾ എക്സ് ഡോട്ട് എന്ന് പറഞ്ഞാൽ dx/dt, എക്സ് ഡബിൾ ഡോട്ട് എന്ന് പറഞ്ഞാൽ d²x/dt², എക്സ് ട്രിപ്പിൾ ഡോട്ട് എന്ന് പറഞ്ഞാൽ d³x/dt3. ഡോട്ട് വെച്ച് റെപ്രസെന്റ് ചെയ്യും. അപ്പം ഈ ഒരു റെപ്രസെന്റേഷൻ മാറ്റി നമ്മൾ ഇങ്ങനെയാക്കും. അപ്പം Fi വെക്ടർ ഈസ് ഈക്വൽ ടു pi. ഇവിടെ എന്തായിരിക്കാൻ Fi ഡോട്ട് Fi വെക്ടർ മൈനസ് pi വെക്ടർ ഡോട്ട് ഈസ് ഈക്വൽ ടു 0. Fi വെക്ടർ മൈനസ് pi വെക്ടർ ഡോട്ട് ഈസ് ഈക്വൽ ടു 0. അപ്പം എന്താണ് അതിൻ്റെ അർത്ഥം? Fi എന്ന് പറഞ്ഞാൽ ith പാർട്ടിക്കിളിനകത്തുള്ള നെറ്റ് ഫോഴ്സ്, pi എന്ന് പറഞ്ഞാൽ pi ഡോട്ട് എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം. അപ്പോൾ നമ്മൾ തന്നെ ഇപ്പോൾ ഒരു ബോഡി ഇവിടെ ഇരിക്കുന്നു, അതിനകത്തൊരു ഫോഴ്സ് എക്സേർട്ട് ചെയ്തു. അപ്പോൾ അതിന് ഇനിഷ്യൽ വെലോസിറ്റി v1, അത് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന ഫലമാണ് ഇനിഷ്യൽ വെലോസിറ്റി മാറിയിട്ട് v2 ആയി. അപ്പോൾ അതിന് വേണ്ടി സമയം t. അപ്പോൾ എന്ത്, വെലോസിറ്റി മാറി. വെലോസിറ്റി മാറുമ്പോൾ mv1 mv2 മൊമെൻറ്റം മാറി. മൊമെൻറ്റം ബൈ ടൈം, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം അല്ലേ. അതാണ് നമ്മൾ നോക്കുന്നത്. ന്യൂട്ടൻ്റെ സെക്കൻഡ് ആണ് നമ്മൾ നോക്കുന്നത്. അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് എന്ത് പറയാം, അതിൻ്റെ സ്വാഭാവികമായിട്ടും v1 വെലോസിറ്റി പൊയ്ക്കൊണ്ടിരുന്ന ആളിനെ ഒരു ഫോഴ്സ് കൊടുത്തപ്പോൾ v2 വെലോസിറ്റി ആയിട്ട് മാറി. അപ്പോൾ അവിടെ ഒരു ചേഞ്ച് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ആ ചേഞ്ചിനെ ഒപ്പോസ് ചെയ്യാൻ വേണ്ടി അത് തിരിച്ചു കൊടുക്കുന്ന ഒരു ഫോഴ്സായിട്ട് നമുക്ക് സങ്കല്പിക്കാം.
ഈ പി ഐ വെക്ടർ ഡോട്ടിന് അല്ലെങ്കിൽ ഡി പി ഐ ബൈ ഡി ടി നമുക്ക് എന്താണ് സങ്കല്പിക്കാം? ആ ചേഞ്ച് ഇൻ മൊമെന്റം ഉണ്ടാകുമ്പോൾ ആ പാർട്ടിക്കിൾ തിരിച്ച് എക്സേർട്ട് ചെയ്യുന്ന ഒരു ഫോഴ്സ്, റിവേഴ്സ്ഡ് ഫോഴ്സ് അല്ലേ, ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് എഫക്റ്റീവ് ഫോഴ്സ്. നമ്മൾ കൈനറ്റിക് റിയാക്ഷൻ എന്ന് പറയും. എന്താ പറയും? കൈനറ്റിക് റിയാക്ഷൻ എന്ന് പറയാറുണ്ട്. അങ്ങനെ സങ്കല്പിക്കാം. അപ്പം നമുക്ക് സങ്കല്പിക്കാം, ഒരു സിസ്റ്റത്തിനകത്ത് നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ആ സിസ്റ്റത്തിനകത്ത് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന ഫലമായിട്ട് അതിന് മൂവിങ് ആണ്. മൂവിങ് ആകുമ്പോൾ അവിടെ ചേഞ്ച് ഇൻ മൊമെന്റം ഉണ്ടാവും. ആ ചേഞ്ച് ഇൻ മൊമെന്റം ഉണ്ടാകുമ്പോൾ ആ ചേഞ്ച് ഇൻ മൊമെന്റം ഉണ്ടാകുന്ന പാർട്ടികൾ എന്ത് ചെയ്യും? ഈ അപ്ലൈഡ് ഫോഴ്സിന് ഓപ്പോസിറ്റ് ആയിട്ടൊരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യും എന്ന് സങ്കല്പിക്കാം. ആക്ച്വലി സിസ്റ്റം മൂവ് ചെയ്യും, ഫോഴ്സ് കൊടുക്കുമ്പോൾ സിസ്റ്റം മൂവ് ചെയ്യും. പക്ഷെ അവരെന്ത് ചെയ്യുന്നു? ഞാനൊരു ഫോഴ്സ് അപ്ലൈ ചെയ്തപ്പം ആ പാർട്ടികളുടെ മൊമെന്റത്തിന് ചേഞ്ച് ഉണ്ടായി. മൊമെന്റത്തിന് ചേഞ്ച് ഉണ്ടാകുമ്പോൾ ആർക്കും ചേഞ്ച് ഇഷ്ടപ്പെടുമല്ലോ. അപ്പോൾ അതിനെ ഒപ്പോസ് ചെയ്യാൻ വേണ്ടി അത് തിരിച്ചൊരു ഫോഴ്സ് കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഈ രണ്ട് ഫോഴ്സും കൂടെ ഇക്വിലിബ്രിയത്തിലാവും. എന്നിട്ട് അവർ മൂവ് ചെയ്യുന്നു. ഒരു മൂവിങ് പാർട്ടിക്കിളിനെ കാണുമ്പോൾ അവിടെ ഒരു ഫോഴ്സ് ഉള്ളതായിട്ടും അത് മൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് സങ്കല്പിക്കുന്നതിന് പകരം നമുക്ക് എങ്ങനെ വേണമെങ്കിലും സങ്കല്പിക്കാം? ഒരു ഇക്വിലിബ്രിയത്തിൽ മൂവ് ചെയ്യുന്നതായിട്ട് സങ്കല്പിക്കാം. ആരെന്നുള്ള ഇക്വിലിബ്രിയം? അപ്ലൈ ചെയ്ത ഫോഴ്സും അതിന് ഓപ്പോസിറ്റ് ആയിട്ട് ചേഞ്ച് ഉണ്ടായപ്പോൾ തിരിച്ച് എക്സേർട്ട് ചെയ്ത ഫോഴ്സ് എന്നുള്ള ഒരു മൊമെന്റം, ആ മൊമെന്റത്തിൽ അവർ മൂവ് ചെയ്യുന്നതായിട്ട്, ആ ഒരു ഇക്വിലിബ്രിയത്തിൽ അവർ മൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് സങ്കല്പിക്കാം. അപ്പം ഡൈനാമിക് കേസ് മാറ്റി ഒരു സ്റ്റാറ്റിക് കേസ് അല്ലേ, രണ്ടുപേരും തമ്മിൽ ഇക്വിലിബ്രിയത്തിലായി നിൽക്കുന്ന ഒരു സ്റ്റാറ്റിക് കേസായിട്ട് നമുക്ക് ഇതിനെ മാറ്റാം. ഇതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇനി നമുക്ക് കൈനറ്റിക് റിയാക്ഷൻ എന്ന് പറയാം. അപ്പം ഇത്രയും അതിൻ്റെ ലോജിക്കാണ്. നമുക്ക് മാത്തമെറ്റിക്കൽ എഴുതിയാൽ മതി. എഫ് ഐ വെക്ടർ എന്താണ്? പി ഐ വെക്ടർ ഡോട്ട് ആണ്. therefore എഫ് ഐ വെക്ടർ മൈനസ് പി ഐ വെക്ടർ ഡോട്ട് ഈക്വൽ ടു 0. ഇതെന്ത് പറയാം? റിവേഴ്സ്ഡ് എഫക്റ്റീവ് ഫോഴ്സ് അല്ലെങ്കിൽ കൈനറ്റിക് റിയാക്ഷൻ എന്ന് പറയാം. അപ്പം ഇവിടെ നേരത്തെ നടക്കുന്ന ഒരു വെർച്വൽ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടെന്ന് കരുതുക. അപ്പം എന്തിൻ്റെ ഫംഗ്ഷൻ ആയിരിക്കും അത്? Q1, Q2, Q3 എക്സെട്ര Qn. ടൈമുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പോൾ ഇവിടെ ഇപ്പം നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന സിസ്റ്റം ഇക്വിലിബ്രിയത്തിലാണ് അല്ലേ? എന്ത് ഇക്വിലിബ്രിയത്തിലാണ്? അപ്ലൈഡ് ഫോഴ്സും കൈനറ്റിക് റിയാക്ഷൻ തമ്മിലുള്ള ഇക്വിലിബ്രിയത്തിലാണ്. അപ്പോൾ ഇതുമൂലം ഉണ്ടാകുന്ന വർക്ക്, അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ട്. അപ്പോൾ ഇതുമൂലം ഉണ്ടാകുന്ന ഈ വെർച്വൽ വർക്ക് എന്തായിരിക്കും? 0 ആയിരിക്കും. കാരണം വെർച്വൽ വർക്കിന് കാരണം ഇവരല്ല. അപ്പോൾ നമ്മൾ ഡെൽറ്റ WI ഈക്വൽ ടു എന്തോരും? ഇപ്പം എഫ് ഐ മൂവിങ് ആയതുകൊണ്ട് അവിടെ രണ്ട് പേരുടെ പ്രസൻസ് നമുക്ക് ഒബ്സർവ് ചെയ്യാം. ഡോട്ട് ഡെൽറ്റ RI ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് ടോട്ടൽ വർക്ക് എന്തായിരിക്കും? ടോട്ടൽ വർക്ക് സിഗ്മ I ഈസ് ഈക്വൽ ടു 1 to n ഡെൽറ്റ WI അതെന്തായിരിക്കും? 0 ആയിരിക്കും. അതായത് സിഗ്മ I ഈക്വൽ ടു 1 to n FI മൈനസ് PI ഡോട്ട് ഡെൽറ്റ RI ഈക്വൽ ടു 0. നേരത്തെ പറഞ്ഞാൽ ഈ എഫ് ഐ ith പാർട്ടിക്കിളിനകത്തുള്ള ഫോഴ്സാണ്. അത് രണ്ടെണ്ണം കൂടി ചേർന്നതാണ് അപ്ലൈഡ് പ്ലസ് കൺസ്ട്രെയിൻഡ്. അപ്പോൾ അതെടുത്തിട്ട് അപ്ലൈ ചെയ്യാൻ എന്ത് ചെയ്യും? ഇവിടെ ഈ സ്ഥലത്ത് എഫ് ഐക്ക് വരും, എഫ് ഐ അപ്ലൈഡ് പ്ലസ് എഫ് ഐ എന്ന് വരും. അപ്പോൾ ഇനി രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്താൽ സിഗ്മ I ഈസ് ഈക്വൽ ടു 1 to n അത് എഫ് ഐ അപ്ലൈഡ് മൈനസ് PI. വേണമെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാതിരിക്കാൻ വേണ്ടി പ്ലസ് എഫ് ഐ ഒരു സ്റ്റെപ്പ് കൂടി എഴുതുന്നു മൈനസ് PI ഡോട്ട് ഈക്വൽ ടു 0. ഇതിനെ സ്പ്ലിറ്റ് എഴുതുമ്പോൾ സിഗ്മ I ഈസ് ഈക്വൽ ടു 1 to n FI അപ്ലൈഡ് മൈനസ് PI. ഇത് രണ്ടും ഒന്നിച്ച് എഴുതും ഡോട്ട് ഡെൽറ്റ RI പ്ലസ് ഇത് ഞാൻ സെപ്പറേറ്റ് എഴുതുന്നു സിഗ്മ I ഈസ് ഈക്വൽ ടു 1 to n FI ഡോട്ട് ഡെൽറ്റ RI ഈക്വൽ ടു 0. അപ്പോൾ ഈ ടൈം 0 നമുക്കറിയാം, കാരണം നമ്മൾ എന്ത് ചെയ്യുന്നു? കൺസ്ട്രെയിന്റ് മൂലമുള്ള വെർച്വൽ വർക്ക് 0 എന്ന സിസ്റ്റങ്ങളാണ് ഒബ്സർവ് ചെയ്യുന്നത്. അപ്പോൾ ബാക്കി എന്തുവരും? സിഗ്മ ഈസ് ഈക്വൽ ടു ഡോട്ട് ഡെൽറ്റ RI ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെ എന്ത് ചെയ്തു? നേരത്തെ FIA ഡോട്ട് ഡെൽറ്റ RI മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, കാരണം സ്റ്റാറ്റിക് കേസ്. അതിപ്പോൾ ഡൈനാമിക് കേസ് അതുകൊണ്ട് അതിൻ്റെ ടൈം കൂടി ഉൾപ്പെട്ടു. അപ്പോൾ മോഡിഫൈ ചെയ്തു. അതാണ് D'Alembert's പ്രിൻസിപ്പിൾ. അപ്പം സ്റ്റാറ്റിക് കേസിന് ഡൈനാമിക് കേസിന് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ രണ്ട് ഫോഴ്സുകൾ തമ്മിലുള്ള ഇക്വിലിബ്രിയത്തിലുള്ള ഒരു സ്റ്റാറ്റിക് കേസായിട്ട് മാറ്റുന്നു രണ്ടുപേരും. അപ്പോൾ ഈ ഒരു ടൈം കൂടി എക്സ്ട്രാ വന്നു.
അപ്പം പ്രിൻസിപ്പിൾ ഓഫ് വെർച്വൽ വർക്ക് സ്റ്റാറ്റിക് സിസ്റ്റങ്ങളിൽ അപ്ലൈ ചെയ്യാനുള്ളതും ഡി എലംബേഴ്സ് പ്രിൻസിപ്പിൾ ഡൈനാമിക് മൂവിങ് സിസ്റ്റങ്ങൾ അപ്ലൈ ചെയ്യാനുള്ളതാണ്. ഇതാണ് ഇത് നമ്മളെ 3 മാർക്കിന് അല്ലെങ്കിൽ 2 മാർക്കിന് ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ പ്രിൻസിപ്പിൾ ഓഫ് വെർച്വൽ വർക്കും ഡി എലംബേഴ്സ് പ്രിൻസിപ്പിൾ.